ഹലോ ഫ്രണ്ട്സ്, വിർച്വൽ സ്പേസ് യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഈ ഒരു വീഡിയോനകത്ത് ചെയ്യുന്നത് കേരള യൂണിവേഴ്സിറ്റിയുടെ FIUG 2025 ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ ജിയോളജിയുടെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഇന്ന് ആൻസർ ചെയ്യുന്നത്. ഇപ്പോൾ 4 ഇയർ അണ്ടർ ഗ്രാജുവേറ്റ് കോഴ്സുകളിലേക്ക്, അതായത് കേരള യൂണിവേഴ്സിറ്റിയുടെ ടീച്ചിങ് ഡിപ്പാർട്ട്മെന്റുകളിലേക്ക് എന്ത് ചെയ്യാനുള്ള അഡ്മിഷൻ ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു എൻട്രൻസ് എക്സാം ആണ് ഈ ഒരു കോമൺ എൻട്രൻസ് എക്സാമിനേഷൻ. ഇപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു എൻട്രൻസ് മുഖേന എന്ത് ചെയ്യാൻ പറ്റും, കേരള യൂണിവേഴ്സിറ്റിയുടെ ടീച്ചിങ് ഡിപ്പാർട്ട്മെന്റുകളിൽ അഡ്മിഷൻ ലഭിക്കും. സോ അപ്പോൾ അതേപോലെ തന്നെ ഈ ഒരു ചാനലിനകത്ത് മറ്റ് സബ്ജക്ട്സിന്റെ വീഡിയോസ് അവൈലബിൾ ആണ്. അതേപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ എന്ത് ചെയ്യുക, വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാൻ ശ്രമിക്കുക. നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ആൻസർ ചെയ്ത് നോക്കാം. സോ ഇതിൽ 40 ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. ഓരോ ക്വസ്റ്റ്യൻ 4 മാർക്കാണ് കറക്റ്റ് ആൻസറിന്. അതേപോലെ തന്നെ എന്താണ്, ഒരു റോങ് ആൻസറിന് 1 മാർക്ക് ഡിഡക്ഷൻ വരും. നെഗറ്റീവ് മാർക്കിങ്ങുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. അപ്പോൾ നമ്മൾ കോൺഫിഡൻസിലെല്ലാം കൂടി ടിക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ 4 ക്വസ്റ്റ്യൻ തെറ്റായി കഴിഞ്ഞാൽ 4 മാർക്ക് പോകും. ദെൻ 1 മണിക്കൂറാണ് എക്സാം വരുന്നത്. 160 ടോട്ടൽ മാർക്ക് വരുന്നത്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ മറ്റു ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടില്ല, 3 സെക്ഷൻ ആയിട്ടാണ് ക്വസ്റ്റ്യൻ വരുന്നത്. അപ്പോൾ സെക്ഷൻ എ വരുന്നത് സിമ്പിൾ ലെവലിൽ നിന്ന് കൊടുത്തിട്ടുണ്ട്. അതേപോലെ എത്ര ക്വസ്റ്റ്യൻസ് ഇതിനകത്ത് വരുന്നുണ്ടെന്ന് നമുക്ക് ജസ്റ്റ് നോക്കാം. അപ്പോൾ ഫസ്റ്റ് ലെവൽ വരുന്നത് നമുക്കൊരു 31 മുതൽ 20, ആദ്യത്തെ 20 ക്വസ്റ്റ്യൻ എന്താണ്, സിമ്പിൾ ആണ് കൊടുത്തിട്ടുള്ളത്. ദെൻ അടുത്തത് സെക്ഷൻ ബി ആവറേജ് ലെവൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 21 മുതൽ ഒരു 30 വരെ, 10 ക്വസ്റ്റ്യൻ, സോറി നോക്കാം, 30 വരെ. ദെൻ 31 മുതൽ നമുക്ക് എന്തായിരിക്കും, ഡിഫിക്കൽട്ട് ലെവലാണ് സെക്ഷൻ സി കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു 31 മുതൽ 40 വരെ. അപ്പോൾ ആദ്യത്തെ 20 ക്വസ്റ്റ്യൻ, പിന്നെ 10 എന്താണ്, 2 സെക്ഷൻ ഡിഫിക്കൽട്ട് ആണെന്ന് കൊടുത്തിട്ടുണ്ട്. 1 ആവറേജ്, 1 ഡിഫിക്കൽട്ട് എന്നും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ആൻസർ ചെയ്ത് നോക്കാം. സോ വിച്ച് പാർട്ട് ഓഫ് ദ സോപ്പ് എന്ന് ചെയ്യാം. നമ്മൾ ജസ്റ്റ് ആൻസർ ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ പ്രിന്റ് എടുത്തിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി സൗകര്യമായിരിക്കും. ഇപ്പോൾ ഇതിൽ റെസ്പോൺസ് ഷീറ്റ് കൊടുത്തിട്ടുണ്ട്. അതായത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഓപ്ഷൻസ് ഒക്കെ എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു റെസ്പോൺസ് ഷീറ്റിനകത്ത് മാർക്ക് ചെയ്യാം. ഓക്കെ, റെസ്പോൺസ് ഷീറ്റ് കൊടുത്തിട്ടുണ്ട്. അതല്ല, ഇത് സോഫ്റ്റ് കോപ്പി കയ്യിലുള്ള ആളുകൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഞാൻ പറയുമ്പോൾ ഒരു റഫ് പേപ്പർ എടുത്തിട്ട് അതിൽ ക്വസ്റ്റ്യൻസ് പറ്റുമെങ്കിൽ മാർക്ക് ചെയ്യുക, അല്ലെങ്കിൽ നോട്ട് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, 2 കോളം വിടുക. അതിനകത്ത് നിങ്ങൾക്ക് അറിയുന്ന ആൻസർ, നിങ്ങൾക്ക് കോൺഫിഡൻസ് ഉള്ള ആൻസർ എന്ത് ചെയ്യുക, ജസ്റ്റ് മാർക്ക് ചെയ്യുക. അപ്പോൾ എല്ലാ ക്വസ്റ്റ്യനും നിങ്ങൾ ആൻസർ ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം നെഗറ്റീവ് മാർക്കിങ്ങുള്ള എക്സാമിനേഷൻ ആണ്. തന്നെ അതേപോലെ ഞാൻ ആൻസർ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുക, കറക്റ്റ് ഓപ്ഷനും ജസ്റ്റ് മാർക്ക് ചെയ്യുക. നിങ്ങൾക്ക് എത്ര മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് അറിയാൻ പറ്റും. അതേപോലെ തന്നെ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എന്ത് ചെയ്യുക, ഒരു 3 പ്രാവശ്യം ആൻസർ ചെയ്ത് നോക്കുക. അതേപോലെ തന്നെ ഇപ്പോൾ ഒരു യൂണിവേഴ്സിറ്റിക്ക് മാത്രമാവില്ല നിങ്ങൾ ഒരു പക്ഷേ എൻട്രൻസ് എക്സാം എഴുതുന്നത്. അപ്പോൾ ഡിഫറെൻറ്റ് യൂണിവേഴ്സിറ്റിയുടെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എന്ത് ചെയ്യുക, അവൈലബിൾ ആയിരിക്കും. അപ്പോൾ അതൊക്കെ എന്ത് ചെയ്തുപോലെ എടുത്ത് ആൻസർ ചെയ്ത് നോക്കുക. അപ്പോൾ ഞാൻ തന്നെ 2-3 കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ 4 ക്വസ്റ്റ്യൻ പേപ്പർ ആൻസർ ചെയ്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പ്രീവിയസ് ഇയർ 2020 മുതലുള്ള ക്വസ്റ്റ്യൻ പേപ്പർ, 20, 21, 22 വരെയുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേരള യൂണിവേഴ്സിറ്റിയുടെ. അപ്പോൾ ഈ ഒരു ജിയോളജി എന്ന് പറയുന്ന സബ്ജക്റ്റ് ഒന്നും ഉണ്ടാവില്ല അതിൽ. സുവോളജി, ബോട്ടണി, മാത്സും ഫിസിക്സ് ഒക്കെ ഉണ്ടാവും, കമ്പ്യൂട്ടർ സയൻസ് ഒക്കെ ഉണ്ട്. സോ അപ്പോൾ ആ ഒരു സബ്ജക്റ്റ് ഒക്കെ എടുക്കുന്ന ആൾക്ക് എന്ത് ചെയ്യുക, നിങ്ങൾ വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതേപോലെ ഇൻറ്റഗ്രേറ്റഡ്, അപ്പോൾ അതായത് പണ്ട് എന്താണ്, ഈ ഒരു പുതിയ സിസ്റ്റം വരുന്നതിന് മുമ്പ്, അതായത് 4 ഇയർ കോഴ്സസ് വരുന്നതിന് മുമ്പ് ഇൻറ്റഗ്രേറ്റഡ് കോഴ്സസ് ആയിരുന്നു. അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എന്തായിരിക്കും, +2 ലെവലായിരിക്കും ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്നത്. സോ നിങ്ങൾക്ക് അത് കുറച്ച് ആൻസർ ചെയ്യുന്നതും കുറച്ചും കൂടി യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, വീഡിയോയിലേക്ക് പോവാം. Which part of Earth's crust is the thinnest? So mantle, core, crust, lithosphere. അപ്പോൾ thinnest structure, Earth's thinnest part, Earthന്റെ സ്ട്രക്ചറിലെ thinnest part ഏതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ മാന്റിൽ, കോർ, ക്രസ്റ്റ്, ലിത്തോസ്ഫിയർ. ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, ക്രസ്റ്റ്. അപ്പോൾ അതിന്റെ ഒരു 5 മുതൽ 70 കിലോമീറ്റർ തിക്കാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഒരു ഐഡിയ കിട്ടും ക്വസ്റ്റ്യൻസ് ഏതൊക്കെ രീതിയിൽ ചോദിക്കുന്നു. ഇപ്പോൾ നമ്മൾ എന്താ ഒരു ഫിഗർ പഠിക്കുക, ഒരു ഫിഗറിനകത്ത് വരുന്ന കിലോമീറ്റർ, അതായത് തിക്നെസ് അല്ലെങ്കിൽ ഡെപ്ത് തന്നിട്ടുണ്ടാവും. എന്ത് ചെയ്യുക, അതൊന്നും ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കുക, ഏതാണ് വലുത് ഏതാണ് ചെറുത് എന്നൊക്കെ ഉള്ളത്. ദ ഏജ് ഓഫ് എർത്ത് അപ്രോക്സിമേറ്റ്ലി 3.5 million years, 4.5 billion years, 6.5 billion years, 1.5 million years. അതായിരിക്കും ആൻസർ ബി ആണ്, 4.5 billion years. Sand dunes are an example of landforms created by running water
glaciers, wind, volcanoes. Sand dunes are an example of landforms created by other option C, wind, which bond involves sharing of electron, ionic, metallic, covalent, hydrogen, which bond involves sharing of electron sharingിലൂടെ ഫോം ചെയ്യുന്ന ബോണ്ട് കോവാലന്റ് ബോണ്ടാണ്. അടുത്തത് which element is most abundant in cosmos? Oxygen, hydrogen, carbon, iron. കോസ്മോസിൽ abundant element hydrogen ആണ്. 75% ordinary matter by mass in the universe is hydrogen. Which is not a major physical property of minerals? Hardness, luster, melting point, cleavage. Answer option C, melting point. Not a major physical properties of minerals, so melting point. The line of intersection of a rock layer with horizontal plane is called dip, strike, fault, fold. Answer option B, strike. An anticline fold has layers dipping toward the core, layers dipping away from the core, horizontal layers, vertical layers. Answer option B, layers dipping away from the core. Sit down. A downthrown block between two folds is called post, graben, thrust, syncline. Answer option B, graben. Normal folds are caused mainly by compression, tension, shearing, folding. Answer option B, tension. Normal folds are caused mainly by tension. Which rock is formed by cooling of magma? Igneous rock, sedimentary rock, metamorphic rock, laterite. Answer option A, igneous rock. Rock is formed by cooling of magma is igneous rock. A structure formed by cooling and contraction of lava is called flow structure, vesicular structure, columnar structure, pillow structure. Answer option C, columnar structure. Sedimentary rocks are mainly formed by crystallization, erosion and deposition, melting, volcanism. Answer option B, erosion and deposition. Metamorphism is mainly caused by erosion, weathering, heat and pressure, evaporation. Metamorphism is mainly caused by, answer option C, heat and pressure. Which principles state that younger rocks cut across older rocks? Superposition, cross-cutting relationships, horizontality, uniformitarianism. Answer option B, cross-cutting relationships. The principle stating that geological processes are the same today is as in the past called catastrophism, uniformitarianism, evolution, superposition. Answer option B, uniformitarianism. The oldest rocks in India belong to the Tertiary period, Precambrian era, Mesozoic era, Quaternary period. Answer option B, Precambrian era. The Deccan traps were formed during which era? Precambrian, Mesozoic, Paleozoic, Tertiary. ഏതായിരിക്കും? Answer option B, Mesozoic. Coal is mainly formed from animal remains, organic sediments, plant remains, volcanic activity. Coal is mainly formed from, answer option C, plant remains. Top surface of zone saturation is called water table, aquifer,
aquifer, artesian well. The top surface of the zone of saturation is called option A water table. So നമ്മൾ അടുത്ത average ലെവലിലേക്ക് പോവുകയാണ്. അപ്പോൾ സിമ്പിൾ ലെവൽ കഴിഞ്ഞു. അടുത്ത ക്വസ്റ്റ്യൻ. The boundary between a crust and mantle is called lithosphere, asthenosphere, Mohorovic discontinuity, Gutenberg discontinuity. Answer Mohorovic discontinuity. The boundary between Earth's crust and mantle is called Mohorovic discontinuity. So again, our figure case when which seismic wave travels only through solids? P wave, S wave, L wave, surface wave. Answer option B, S wave. Shear wave ആണ്. Yardanga are landforms produced by river erosion, glacial movement, wind aberration, volcanic eruption. Answer option C, wind aberration. Which atmospheric layer contains the ozone layer? Troposphere, stratosphere, mesosphere, thermosphere. Answer option B, stratosphere. In asymmetrical fold, the limbs are horizontal or vertical, dip at equal angles, dip at different angles. Answer option C, dip at equal angles. A thrust fault typically shows very steep fault planes, vertical displacement, low angle fault plane movement caused by tension. A thrust fault typically shows. Answer option C, low angle fault plane movement. An igneous rock with large crystals in a fine-grained groundmass has a coarse structure, glassy texture, porphyritic texture, vesicular texture. Answer option C, porphyritic texture. Amygdaloidal structure forms when crystals grow in lava, gas bubbles fill with minerals, lava flows underwater, rock fractures are filled with minerals. Answer option B, gas bubbles fill with minerals. Which sedimentary rock is composed mainly of calcium carbonate? Sandstone, shale, limestone, conglomerate. Answer option C, limestone. Which fossil preservation process involves the replacement of original material molecule by molecule? Carbonization, petrification, impression, cast formation. Answer option B, petrification. അടുത്തത് ഡിഫിക്കൽട്ട് ലെവലാണ്. ഇതിനകത്ത് വരുന്നത് ഒരു 10 ക്വസ്റ്റ്യനാണ്. The mid-ocean ridge is mainly characterized by subduction zones, divergent plate boundaries, transform fault, passive margin. Answer option B, divergent plate boundaries. The most explosive volcanic eruptions are typically associated with basaltic magma, andesitic magma, rhyolitic magma, ultramafic magma. Answer option C, rhyolitic magma. In a plugging anticline, the fault axis rise horizontal, is vertical, is inclined at an angle, is absent. Option C is inclined at an angle. The type of fault would most likely form under compressional stress regime: normal fault, strike slip fault, reverse fault, transform fault. Which type of fault would most likely form under compressional stress regime? Answer option C, a reverse fault. In an angular unconformity,
The buds below the unconformity surface are parallel to buds above, tilted relative to buds above, horizontal and undisturbed, igneous in origin. In an angular unconformity, the buds below the unconformity surface are, answer option B, tilted relative to the buds above. The mineral property cleavage refers to color variation in minerals. Where a mineral reflects light, tendency to break along planes of weakness, resistance to scratching. Answer option C, tendency to break along planes of weakness. The mineral property cleavage refers to the tendency to break along the planes of weakness. Poikilotic texture in igneous rocks refers to small crystals embedded in larger ones. Larger crystals enclosing many smaller ones. Vesicular structure, glassy non-crystalline structure. Answer option B, large crystals enclosing many smaller ones. This type of metamorphism is associated with the intrusion of magma bodies. Regional metamorphism, contact metamorphism, burial metamorphism, dynamic metamorphism. Answer option B, contact metamorphism. The Cretaceous territory boundary extinction is mainly recorded in India at Vindhyan Basin, Deccan Traps, Shivalik Hills, Godavari Valley. Answer option B, Deccan Traps. A recumbent fold is characterized by vertical axial plane, inclined axial plane, horizontal axial plane, upright axial plane. Answer ഓപ്ഷൻ സി, ഹൊറിസോണ്ടൽ ആക്സിയൽ പ്ലെയിൻ. നമ്മൾ 40 ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടായിരുന്നത്. നമുക്ക് എന്താണ് ഇതിനകത്ത് റെസ്പോൺസ് ഷീറ്റ്, അതുപോലെ തന്നെ റഫ് വർക്കിനുള്ള ഷീറ്റൊക്കെ വരുന്നുണ്ട്. എന്ത് ചെയ്യാൻ നമുക്ക് ഫിഗേഴ്സ് ഒക്കെ വരുന്നുണ്ടെങ്കിൽ ജസ്റ്റ് റഫ് വർക്ക് സ്പേസിൽ നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് വരച്ച് നോക്കാം. നമുക്ക് ഓർമ്മയുള്ള സമയത്ത് വരച്ച് വെച്ചിട്ട് നമുക്ക് ആവശ്യമുള്ള ഇൻഫർമേഷൻസ് ഒക്കെ അതിൽ നിന്ന് എടുക്കാം. സോ അപ്പോൾ എന്ത് ചെയ്യാം, നമുക്ക് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ആയി രേഖപ്പെടുത്തുക. അതേപോലെ തന്നെ ഏതെങ്കിലും ക്വസ്റ്റ്യൻസിന് ആൻസർ പറഞ്ഞതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ അതേപോലെ തന്നെ മിസ്റ്റേക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. അപ്പോൾ കറക്റ്റ് ആൻസർ കമൻറ്റ് ചെയ്യുകയാണ് കൂടുതൽ നല്ലത്. വീഡിയോ കാണുന്ന നിങ്ങളുടെ മറ്റു സുഹൃത്തുക്കൾക്ക് അത് യൂസ്ഫുൾ ആയിരിക്കും. അതേപോലെ തന്നെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ദെൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.